ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റി 20 മരണം. പാട്ന ഇൻഡോർ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. 14 കോച്ചുകളാണ് പാളം തെറ്റിയത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, എന്തൊക്കെയാണ് പ്രാഥമികമായി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? രാജ്യത്തെ വീണ്ടും നടക്കിക്കൊണ്ട് മറ്റൊരു ട്രെയിൻ ദുരന്തം കൂടി ഇന്ന് ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിയോടെയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പുഖാരായൻ എന്ന സ്ഥലത്ത് ഇന്ന് ട്രെയിൻ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ട്രെയിൻ പാളം തെറ്റുകയായിരുന്നു. ഈ ട്രെയിൻ ദുരന്തത്തിൽ ഇപ്പോൾ 20 പേർ മരിച്ചു എന്ന പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. ആദ്യം 10 പേർ മരിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നെങ്കിലും ഇപ്പോൾ 20 പേർ മരിച്ചു എന്ന ഏറ്റവും പുതിയ കണക്കുകളാണ് വരുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൂടാതെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടെയാണ് അപകടമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ സമയത്ത് യാത്രക്കാർ എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലാകുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 20 പേർ മരിച്ചിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പട്ന ഇൻഡോർ എക്സ്പ്രസിൻ്റെ 14 ബോഗികളാണ് ഇന്ന് രാവിലെ പുലർച്ചയോടെ പാളം തെറ്റിയത്. ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ഈ സ്ഥലത്തേക്ക് മെഡിക്കൽ സംഘം ഇപ്പോൾ ഉടൻ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പാതയിലുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയിലുള്ള റെയിൽ ഗതാഗതവും ട്രെയിൻ ഗതാഗതവും എല്ലാം തന്നെ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. എന്തായാലും രാജ്യത്തെ നടക്കുന്ന മറ്റൊരു ട്രെയിൻ ദുരന്തത്തിനാണ് ഇന്ന് രാവിലെ തന്നെ നമുക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞത്. ഉത്തർപ്രദേശിലെ കാൺപൂരിലെ പുഖാര എന്ന പ്രദേശത്താണ് അപകടമുണ്ടായത്. പട്ന ഇൻഡോർ എക്സ്പ്രസിൻ്റെ 14 ബോഗികളാണ് പാളം തെറ്റിയിരിക്കുന്നത്. സോമി, സിബി, ഇപ്പോൾ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച്? സോമി, ഇപ്പോൾ അപകടത്തെക്കുറിച്ച് പ്രാഥമികമായി ഇതൊരു അട്ടിമറിയാണോ അല്ലെങ്കിൽ എന്താണ് ഈ പാളം തെറ്റാനുള്ള കാരണമെന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നമുക്ക് ഈ വർഷം തന്നെ 2016 തന്നെ രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ, കേരളം ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നിരവധി ട്രെയിൻ ദുരന്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ നിരവധി പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, എല്ലാ റെയിൽവേ ബജറ്റുകളിലും റെയിൽവേക്ക് വേണ്ടി, റെയിൽവേയുടെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉണ്ടാകാൻ കഴിയുന്ന രീതിയിൽ ഒരു പദ്ധതികളും ആവിഷ്കരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴുമുണ്ട്. കേരളത്തോടുള്ള അവഗണനയും നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ തന്നെ ഈ അപകടം എന്തെങ്കിലും നമ്മുടെ റെയിൽവേ പാതകളുടെ സുരക്ഷിതത്വം ഇപ്പോഴും ഇല്ല എന്ന് വീണ്ടും ചൂണ്ടിക്കാട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഈ അപകടത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ഇതൊരു അട്ടിമറിയാണോ എന്നും നമുക്കറിയാൻ കഴിയില്ല. മാത്രമല്ല റെയിൽവേയുടെ പാതകൾ ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ പാളത്തിലെ വിള്ളലാണോ ഈ അപകടത്തിന് കാരണമെന്നും വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ പുലർച്ചെ ഉണ്ടായിരുന്ന അപകടമായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് ബന്ധപ്പെട്ട അധികാരികൾ എത്തുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 20 പേർ മരിച്ചു എന്നുള്ള പുതിയ വാർത്തയും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള തിരക്കിലാണ് രക്ഷാപ്രവർത്തകർ. മാത്രമല്ല റെയിൽവേ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മെഡിക്കൽ സംഘവും എത്തിയിട്ടുണ്ട്. പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വ്യക്തമായൊരു തീരുമാനം അല്ലെങ്കിൽ വ്യക്തമായൊരു റിപ്പോർട്ടിലേക്ക് എത്തും. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് അപകട കാരണമെന്ന് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഏകദേശം 3 മണിയോടെയാണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിക്കും. ഈ സമയത്ത് യാത്രക്കാർ നല്ല ഉറക്കത്തിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയായിട്ടില്ല. ദൃക്സാക്ഷികളും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും ഈ അപകടത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മരണസംഖ്യ ഇനിയും വർദ്ധിക്കും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. രാജ്യത്ത് വീണ്ടും ഒരു ട്രെയിൻ ദുരന്തം ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. സോമി, ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റി 20 മരണം. പാട്ന ഇൻഡോർ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മെഡിക്കൽ സംഘം അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള മറ്റ് സംഘങ്ങളും സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. സിബി ജോസഫാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. രാജ്യത്ത് കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധി. 1000, 500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിത്. തുടർച്ചയായി 11 ദിവസം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ന് ബാങ്കുകൾ അവധിയാകുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATM
ATMകളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ടെന്നാണ് ബാങ്കുകൾ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദമായേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവം ഇന്നും ജനത്തിനെ ബുദ്ധിമുട്ടിക്കും. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പഴം പച്ചക്കറി വിപണിയിൽ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പച്ചക്കറി സ്വീകരിക്കാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഇതോടെ വിളയിറക്കാൻ പോലുമാകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ കയ്യിൽ തന്നെ പണം സൂക്ഷിച്ചിരുന്ന ദിവസക്കൂലിക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റാണ് ദില്ലിയിലെ ആസാദ്പൂർ മണ്ഡി. 25,000 ടൺ വരെ പഴം പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള മാർക്കറ്റ്. ബീഹാർ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നും പഴം പച്ചക്കറികൾ എത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ഇവിടെ കാണാം. എന്നാൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ കച്ചവടം 70% കുത്തനെ ഇടിഞ്ഞു. വിളയിറക്കേണ്ട സമയമായിട്ടും കർഷകർക്ക് പണം നൽകാൻ വിതരണക്കാർക്കും സാധിക്കുന്നില്ല. ചില്ലറക്ഷാമം രൂക്ഷമായതോടുകൂടി പച്ചക്കറി പഴം മാർക്കറ്റുകളിലേക്കുള്ള ആവശ്യക്കാരുടെ തിരക്കും കുത്തനെ കുറഞ്ഞു. ഇതോടെ മിക്ക കച്ചവടമുണ്ടായിരുന്ന കടകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കടകളിൽ കാണാനാകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ. അക്കൗണ്ടുള്ള തൊഴിലാളികൾ അത് സ്വദേശമായ ബീഹാറിലും പഞ്ചാബിലുമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. बिहार में खाता है तो उसमें हम लोग वो रियानी से डालते हैं पैसे, और क्या कर सकता हूँ. अभी कोई 500 का नोट नहीं ले रहा है, 1000 का नोट नहीं ले रहा है. हम लोग मजदूर आदमी हैं, क्या करें. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ നോട്ടിന് കമ്മീഷൻ ഈടാക്കി പുതിയ നോട്ടുകൾ നൽകുന്ന മാഫിയകളും മാർക്കറ്റിൽ സജീവമായി കഴിഞ്ഞു. क्योंकि हम गरीब के पास खाता नहीं है और 1500 का नोट हम कहाँ दें, किसको दें, उसमें से 200 रुपए कट रहा है. ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയെന്ന അവകാശവാദത്തോടെയായിരുന്നു സർക്കാരിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നീക്കം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാത്ത ഈ തീരുമാനവും ദുരന്തത്തിലാക്കിയത് സാധാരണ ജനങ്ങളെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാതെ മടങ്ങിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചികിത്സയ്ക്കായി പണം പിൻവലിക്കാനെത്തിയ വയനാട് പുൽപ്പള്ളി സീതാമൌണ്ട് സ്വദേശി ജോസഫാണ് മരിച്ചത്. ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ ഉടനെയാണ് മരണം സംഭവിച്ചത്. രാവിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പണം പിൻവലിക്കാൻ പാടിച്ചിറയിലെ ഗ്രാമീൺ ബാങ്ക് ശാഖയിലെത്തിയതായിരുന്നു ജോസഫ്. എന്നാൽ ഇതിന് സാധിച്ചില്ല. പണം തീർന്നുപോയെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. ബാങ്കിൽ നിൽക്കുമ്പോഴും ഇദ്ദേഹം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ അയൽവാസി വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. വീട്ടിലെത്തിയതിനു ശേഷം ഉച്ചയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജോസഫിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. അതേസമയം നോട്ട് പ്രതിസന്ധി മൂലം ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ പോലും ഇപ്പോഴും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു മരണം കൂടി. ന്യൂസ് ബ്യൂറോ, വയനാട്. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. കേരളത്തെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പങ്കെടുക്കും. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ സമവായം തേടിയാണ് കേന്ദ്ര സർക്കാർ യോഗം വിളിച്ചത്. എന്നാൽ നോട്ട് അസാധുവാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയായിരിക്കും ഇന്ന് ധനമന്ത്രിമാർ പ്രധാനമായും ഉന്നയിക്കുക. നോട്ട് പ്രതിസന്ധി മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ കേന്ദ്രം തയ്യാറാകണമെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടേക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നോട്ട് പ്രതിസന്ധി സഹകരണ ആശുപത്രികളിലും. ശസ്ത്രക്രിയ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയിൽ ആശുപത്രികൾ. ജീവനക്കാരുടെ ശമ്പളവും അനിശ്ചിതത്വത്തിലായി. സംസ്ഥാനത്തെ മറ്റു സഹകരണ പ്രസ്ഥാനങ്ങളെ പോലെ വെട്ടിലായിരിക്കുകയാണ് സഹകരണ ആശുപത്രികളും. വലിയ തോതിലുള്ള വായ്പകൾ സ്വീകരിച്ചാണ് പലയിടങ്ങളിലും സഹകരണ ആശുപത്രികൾ ആരംഭിച്ചതും ആധുനിക ഉപകരണങ്ങൾ വാങ്ങിയതും. എന്നാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ടത് എങ്ങനെയെന്ന അനിശ്ചിതത്വത്തിലാണ് ആശുപത്രികൾ. പഴയ നോട്ടുകളുടെ ക്രയവിക്രയത്തിൽ നിന്ന് സഹകരണ പ്രസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് ആശുപത്രികൾ പ്രതിസന്ധിയിലാകാൻ കാരണമെന്ന് സഹകരണ ഹോസ്പിറ്റൽ ഫെഡറേഷൻ ചെയർമാൻ മുയ്യാരത്ത് പത്മനാഭൻ പറഞ്ഞു. ചില്ലറ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലർക്കും കാശ് നമ്മുടെ അടുത്ത് ഫണ്ട് അടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നാട്ടിൽ അറിയുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് വാങ്ങാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. OPയിലുള്ള രോഗികളുടെ വരവ് ഏകദേശം പകുതിയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണമല്ലോ. ആ ശമ്പളം എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ശസ്ത്രക്രിയ പോലും മാറ്റിവെക്കേണ്ട രീതിയിൽ ആശുപത്രികളുടെ താളം തെറ്റിയതിനാൽ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം നൽകുമെന്ന പ്രതിസന്ധിയിലാണ് ആശുപത്രികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹത്തിനുള്ള തടസ്സം പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇടപെടലിനെ തുടർന്ന് നീങ്ങി. സഹകരണ ബാങ്കിലെ പണയത്തുക ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റി നൽകാൻ ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു. CPIM DYFIയുടെ നേതൃത്വത്തിൽ ആതിരയുടെ വിവാഹാവശ്യത്തിന് പ്രത്യേക ഫണ്ട് നൽകാനും തീരുമാനിച്ചു. അച്ചൻകോവിൽ സ്വദേശികളായ ശശിധരൻ നായർ സുജാത ദമ്പതികളുടെ മകൾ ആതിരയുടെ വിവാഹം അടുത്ത മാസം 4-ന് യാതൊരു തടസ്സവും കൂടാതെ നടക്കുമെന്ന് ഉറപ്പായി. ആതിരയ്ക്ക് പിന്തുണയുമായി പീപ്പിൾ TV ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനെ തുടർന്ന് സഹകരണ ബാങ്ക് ആതിരയുടെ മാതാവ് വിവാഹ ആവശ്യത്തിനായി വസ്തു പണയം വെച്ച തുക ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. റിസർവ് ബാങ്ക് സ്വീകരിച്ച തെറ്റായ തീരുമാനത്തിനെതിരെയാണ് കനിവുമായി സഹകരണ ബാങ്ക് തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റി രംഗത്തെത്തിയത്. വിവാഹ ചെലവിനായി ആകെയുള്ള 25 സെന്റ് സ്ഥലം സുജാത ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്കാണ് പണയപ്പെടുത്തിയിരുന്നത്. അതേസമയം CPIM DYFIയുടെ നേതൃത്വത്തിൽ ആതിരയുടെ വിവാഹ ആവശ്യത്തിന് പ്രത്യേക ഫണ്ട് നൽകാനും തീരുമാനിച്ചു. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ DYFIയുടെയും CPIMന്റെയും പ്രവർത്തകർ ഈ ഏരിയയിലുടനീളം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കും. ബഹുജനങ്ങളുടെ സഹായത്തോടെ ഫണ്ട് സമാഹരിക്കും. ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും CPIM പ്രവർത്തകരുടെ സഹായത്തോടെ പാചകമടക്കമുള്ള കാര്യങ്ങളിൽ CPIM വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ചെലവ് കുറച്ചും എന്നാൽ മെച്ചപ്പെട്ട നിലയിലും ആതിരയുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി CPIM തീരുമാനിച്ചിരിക്കുകയാണ്. ആതിരയുടെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചും DYFI പ്രവർത്തകർ ആര്യങ്കാവ് സെൻട്രൽ ബാങ്കിലേക്ക് മാർച്ച് നടത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. JNUവിലെ നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ പ്രതിഷേധവുമായി പുരോഗമന കലാസാഹിത്യ സംഘം. നജീബിന്റെ തിരോധാനം ഉടൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുകാസ സാംസ്കാരിക പ്രതിഷേധ റാലി നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി റാലി ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമാപിച്ചത്. പാലക്കാട്ടെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ രണ്ടാം വിള നെൽകൃഷി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം. ശേഷിക്കുന്ന വെള്ളം കുടിവെള്ളത്തിനായി കരുതിവെക്കാനും നിർദ്ദേശം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന പദ്ധതി ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. വരൾച്ചാ സാഹചര്യം നേരിടുന്ന ജില്ലയിൽ രണ്ടാം വിള കൃഷി സാധ്യത പരിശോധിക്കുന്നതിനാണ് യോഗം ചേർന്നത്. ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്ത് വിളയിറക്കുന്നത് ഫലം ചെയ്യില്ലെന്ന് യോഗം വിലയിരുത്തി. ഡാമുകളിലെ ജലനിരപ്പ് പരിതാപകരമാണ്. രണ്ടാം വിളയിൽ ജില്ലയിൽ 50,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 5,000 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്കുള്ള ജലസേചനം പോലും സാധ്യമാകില്ല. ജില്ലാ കളക്ടർ P. മേരിക്കുട്ടി. നെൽകൃഷിക്ക് വെള്ളം ലഭ്യത വളരെ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് നമുക്കത് എംബസിസ് ചെയ്ത് അവർ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അത് നശിച്ചു പോയാൽ തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇടവിള ഉള്ള കൃഷികൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ നിർദ്ദേശം കൊടുക്കുക. അതിലും ഏതൊക്കെ കൃഷികളാണ് കൂടുതൽ വെള്ളം ചെലവ് കുറച്ച കേസുകൾ ഏതൊക്കെയാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൃഷിക്കാർക്ക് കൊടുക്കും. ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴയിൽ ഈ മാസം തുടക്കത്തിലെ കണക്കനുസരിച്ച് 94.70 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 143.58 ദശലക്ഷം ഘനമീറ്ററായിരുന്നു. ചിറ്റൂർ പുഴ പദ്ധതിക്ക് കീഴിലുള്ള വാളയാർ, മീങ്കര, ചുള്ളിയാർ ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലചൂഷണം കണ്ണിൽപ്പെട്ടാൽ ശക്തമായ നടപടിയെടുക്കാനും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക പൈൽസ് ദിനത്തോടനുബന്ധിച്ച് കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ മലദ്വാര ക്യാൻസർ പരിശോധനാ വിഭാഗം പ്രവർത്തനം തുടങ്ങും. അൽഷിഫ MD ഡോക്ടർ ഷാജഹാൻ യൂസഫ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രവാസി മലയാളികൾ, IT പ്രൊഫഷണലുകൾ, വികലാംഗർ, BPL കാർഡ് ഉടമകൾ എന്നിവർക്ക് ചികിത്സാ ഇളവ് നൽകും. 3000 രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ റെക്ടൽ സ്കാനിംഗ് മുഴുവൻ രോഗികൾക്കും ഡിസംബർ വരെ സൗജന്യമാക്കിയിട്ടുണ്ടെന്നും അൽഷിഫ MD അറിയിച്ചു. ഡോക്ടർ PC ജോസഫ്, ഡോക്ടർ ദിലീപ്, സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത്യാധുനിക ചികിത്സാ ആവശ്യങ്ങൾക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത 3 നൂതന സാങ്കേതിക വിദ്യകൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പുറത്തിറക്കി. പരിഷ്കരിച്ച കൃത്രിമ ഹൃദയവാൽവിന്റെയും കൃത്രിമ രക്തക്കുഴലായ വാസ്കുലാർ ഗ്രാഫ്റ്റിന്റെയും പ്രകാശനമാണ് ചടങ്ങിൽ നടന്നത്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തയ്യാറാക്കിയ 3 നൂതന സാങ്കേതിക വിദ്യകളാണ് തലസ്ഥാനത്ത് പുറത്തിറക്കിയത്. വ്യാവസായിക ഉൽപാദനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചടങ്ങിൽ ഇവ കൈമാറിയത്. ഏറെക്കാലത്തെ ഗവേഷണ പ്രക്രിയകൾക്കൊടുവിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നേട്ടം കൈവരിച്ചത്. ബയോ ആക്റ്റീവ് കാൽസ്യം സൾഫേറ്റ് സിമന്റ്, PVA സർജിക്കൽ സ്പോഞ്ച് ഉൾപ്പെടെ അത്യാധുനിക ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കേരളത്തിന്റെ അഭിമാനമെന്ന് നമുക്ക് അവകാശപ്പെടാനാവുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സവിശേഷതകളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് ചികിത്സാ ഉപകരണങ്ങളും ബദൽ അവയവ ഭാഗങ്ങളും
വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ്. കൃത്രിമ ഹൃദയവാൾവിന്റെയും കൃത്രിമ രക്തക്കുഴലായ വാസ്കുലാർ ഗ്രാഫിന്റെയും ഗുണങ്ങൾ മെച്ചപ്പെടുത്തി പുതുതായി രൂപപ്പെടുത്തിയ രണ്ടിന്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. പാർക്കിൻസൺസ് രോഗികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി ശ്രീചിത്രയിൽ ചികിത്സ തേടാനുള്ള ഇ കൺസൾട്ടേഷൻ പദ്ധതി മറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നു. വിജിലൻസിന്റെ ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്നാണിത്. ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരന് വേണ്ടിയാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 1 കോടിയോളം രൂപ വരുന്ന 3 നിക്ഷേപം മാറ്റിയെന്നാണ് സൂചന. കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും മാറ്റാനാണ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നടപടി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അക്കൗണ്ടും മറ്റ് നിക്ഷേപങ്ങളും മാറ്റാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു നടപടിയും. എന്നാൽ ജീവനക്കാരുടെയും മറ്റും പ്രതിഷേധമുയർന്നതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് അനുഭാവിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെട്ട സമ്മർദ്ദം ചെലുത്തി വീണ്ടും അക്കൗണ്ട് മാറ്റുന്നത്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിന്റെ നന്ദൻകോട് ശാഖയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകളുള്ളത്. ശബരിമലയിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ധനലക്ഷ്മി ബാങ്കിലാണ് ഇടപാടുകളും. ഇത് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്കാണ് മാറ്റാൻ തീരുമാനം. നന്ദൻകോട് നിന്നും ഏറെ അകലെ പൂജപ്പുരയിലെ ശാഖയിലേക്കാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മാറ്റുന്നതും. 7.5% പലിശ നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മാറ്റുന്നത്. എന്നാൽ അടുത്തിടെ മാറ്റിയ 1 കോടി രൂപയ്ക്ക് 7.4% പലിശ നൽകിയിരുന്നുള്ളൂ. ഇതോടെയാണ് സംഭവം വിവാദമായതും. അക്കൗണ്ടുകൾ മാറ്റുന്നതടക്കം പല സുപ്രധാന തീരുമാനങ്ങളും ബോർഡ് അധികൃതർ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കണ്ണൂർ നടുവിൽ പഞ്ചായത്ത് ജനവാസ കേന്ദ്രങ്ങളിലും ക്വാറി മാഫിയ പിടിമുറുക്കുന്നു. നേരത്തെ മലകളിൽ അനധികൃതമായി ഇവർ നടത്തിയ കയ്യേറ്റം വാർത്തയായപ്പോൾ അധികൃതർ ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. നടുവിൽ പഞ്ചായത്തിൽ ക്വാറി മാഫിയ ജനവാസ മേഖലകളടക്കം കയ്യേറുകയാണ്. മുൻപ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലയോരം വിടേണ്ടി വന്ന ക്വാറി മാഫിയാണ് ഇപ്പോൾ അനധികൃത ക്വാറികൾ ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇവിടെ ഈ റോഡ് പണിക്ക് വേണ്ടി ചെറിയ തോതിൽ കല്ല് പൊട്ടിക്കുന്നതെന്ന രൂപയാണ് അതിഭീകരമായ രൂപത്തിലാണ് ഇവിടെ സ്ഫോടനങ്ങൾ നടന്ന് പാറകൾ പൊട്ടിക്കുന്നത്. പടിഞ്ഞാറേ കവലയ്ക്ക് 200 മീറ്റർ ദൂരത്ത് ഉഗ്രസ്ഫോടനം നടന്നതോടെ തുമ്പുങ്കൽ കുട്ടന്റെ പേരക്കുട്ടി ലാനൽ തലകറങ്ങി വീണു. ഞാൻ വൈകുന്നേരം ഒരു വെടിവെക്കുന്നത്. ആ വെടിവെച്ചപ്പം കൊച്ചു മിറ്റത്തായിരുന്നു. കൊച്ചു ഓടി അകത്ത് കയറി ബോധം കെട്ട് വീണുപോയി. ഈ മലയുടെ മറുഭാഗം 100-ലധികം വീടുകളുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമാണിവിടം. നടുവിൽ പഞ്ചായത്ത് അംഗം ത്രേസ്യാമ്മ ജോസഫിന്റെ സഹോദരൻ ചൂരത്തിൽ ജോയിയുടെ ഭൂമിയിലാണ് ക്വാറി. നിബന്ധനകളൊന്നും പാലിക്കാതെ പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെയാണ് ക്വാറി നടത്തുന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷീബയടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഒരനുമതിയും ഇതിന് കൊടുത്തിട്ടില്ല. പഞ്ചായത്തുമായിട്ട് ഒരു ധാരണയും ഉണ്ടായിട്ടുമില്ല, ആലോചന ഉണ്ടായിട്ടുമില്ല. ഇതിന്റെ കാര്യത്തിൽ ഇവിടെ പ്രവൃത്തി നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളായി. നടുവിൽ പഞ്ചായത്തിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.